അങ്ങനെ ആദ്യമായിട്ട് വിറകടുപ്പിൽ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട ദിവസമായിരുന്നു കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നല്ല, ഉമ്മയാണ് കൂടുതലും ചെയ്യണത്. ഞാൻ ഒരു ഹെൽപ്പിന് ഇടയ്ക്ക് തീ എത്തിക്കാനൊക്കെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉമ്മ വീട്ടിലില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ മൊത്തത്തിലെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. വെണ്ടയ്ക്ക കറിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കറിയും അത് കഴിഞ്ഞിട്ട് കിഴങ്ങ് ഒലത്തുണ്ടാക്കിയതും എല്ലാം അതിൽ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഫസ്റ്റത്തെ പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്തപ്പോൾ ഇത്രയും വലിയ പണി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എനിക്കറിയില്ലായിരുന്നു എന്തോരം തീ കത്തിക്കണമെന്നൊന്നും. എനിക്ക് നന്നായിട്ട് കാര്യം കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. വിറകടുപ്പിൽ ഒരുപാട് പണിതിട്ടില്ല. ഉമ്മ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പണിയേണ്ടി വന്നിട്ടില്ല. പിന്നെ ഉമ്മ ഇല്ലെങ്കിലും നമ്മൾ അരി മാത്രമല്ലേ ഇടുന്നുള്ളൂ, വേറെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. പിന്നെ ഈ ഗ്യാസിൻ്റെ ക്ഷാമം വന്നേ പിന്നെയാണ് നമ്മൾ കറികളും കാര്യങ്ങളൊക്കെ കൂടുതലും വിറകടുപ്പിലേക്ക് മാറ്റിയത്. അപ്പോൾ ഉമ്മ ഇല്ലാത്ത ദിവസം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഉമ്മ ഹോസ്പിറ്റലിൽ പോയിക്കോർന്നു. ആ കറി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിനകത്തിട്ടായിരുന്ന ഉള്ളി മുളക് കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ആവേശം കൊണ്ട് തീയൊക്കെ നന്നായിട്ട് കൂട്ടി കത്തിച്ചു. അപ്പോൾ ഗ്യാസിലാണെങ്കിൽ കുറച്ചിടുമ്പോൾ കുറച്ചിടാൻ പറ്റില്ലല്ലോ. പിന്നെ വിറക് അങ്ങനെ പ്രത്യേകം മാറ്റാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കറി എങ്ങനെയോ സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് കിഴങ്ങ് വലുത്താൻ വേണ്ടി ഇട്ടപ്പോഴായിരുന്നു ശരിക്കും പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ പണി കിട്ടിയത് അത് ഗ്യാസിൽ വെച്ചപ്പോഴാണെങ്കിൽ ശരിക്കും മൊത്തത്തിൽ കത്തി കരിഞ്ഞു പോയേനെ. അത്രയ്ക്കും വലിയ അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വഴി കാണാൻ പറ്റും. അങ്ങനെ കറിയൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിഴങ്ങ് വലുത്താൻ വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞെങ്കിൽ മീൻ പൊരിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കൊഴുവ ഉണ്ടായിരുന്നു. അതും കൂടെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് പാൻ വെച്ചു. പിന്നെ ഈ മീൻ പൊരിക്കണ പരീക്ഷണം എന്തോ ഭാഗ്യത്തിന് ഞാൻ അടുപ്പത്തേക്ക് വെച്ചായിരുന്നെങ്കിൽ ആ മീൻ കരിഞ്ഞു പോയനെ, മീൻ തിന്നാനേ പറ്റില്ലായിരുന്നു. അങ്ങനെ കറിയൊക്കെ വെന്ത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ചട്ടിയും കൂടെ വെച്ച് കൊടുത്ത് ഒലത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒലത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീൻ പൊരിക്കാനുള്ള എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും മീനൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഒലത്താൻ വേണ്ടി ചട്ടി വെച്ചപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. മൊത്തത്തിൽ തീ ആളി കത്തി. അത് കഴിഞ്ഞ് എണ്ണയും കൂടെ വെച്ചപ്പോൾ ചട്ടിയുടെ ഉള്ളിലിരുന്ന് തീ കത്താൻ തുടങ്ങി. പിന്നെ ആ ചട്ടി കണ്ടാൽ മനസ്സിലാവും കരിഞ്ഞ് നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ വിറകെല്ലാം ഞാൻ മാറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ തീ കത്തിച്ചതാണ് കേട്ടോ ഇത്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് ആകെ കരിഞ്ഞ് നാശമായി പോയിട്ടുണ്ടായിരുന്നു. പിള്ളേരാരും കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ ഒരു കരിഞ്ഞപ്പോൾ അൽഫാമിന് എന്തോ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർ മൊത്തത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ തള്ളിയതല്ല കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു അൽഫാമിൻ്റെ മണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.